സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതല്ല, സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്നത് മനസ്സിലാക്കുന്നതാണ് ഭൂരിഭാഗം പേർക്കും പറ്റാത്തൊരു കാര്യം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ചോയ്സുകൾ എല്ലാം നിങ്ങളുടേത് തന്നെയാണെന്ന്? ഞാനിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വരുന്നത് എന്തായിരിക്കും? ഒരു ജോലി എന്ന് പറയുമ്പോൾ ഒരാളുടെ യൂണിഫോം നിങ്ങളുടെ മനസ്സ് വരുന്നത് എന്തായിരിക്കും? ഭൂരിഭാഗം പേർക്കും ഒരേ യൂണിഫോമും ഞാൻ പറഞ്ഞ പോലെ പേസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരേ പേസ്റ്റിന്റെ കാര്യമായിരിക്കും ഓർമ്മ വരിക. എന്തുകൊണ്ട്? ഈ കാണുന്ന നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടേതെന്ന് വിചാരിക്കുന്ന ചിന്തകളും എല്ലാം നിങ്ങൾ കാണുന്ന ഈ പരസ്യങ്ങളും, നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളിലും, നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്ന പത്രങ്ങൾ, നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ന്യൂസുകൾ, അങ്ങനെ അങ്ങനെ നമ്മളെ ഇതിലെല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടേത് എന്ന് നമ്മൾ പറയുന്നത് പല കാര്യങ്ങളും നമ്മളുടേതാണോ? നമ്മളുടെ ചിന്തകൾ പോലും പലതും നമ്മുടേതല്ല. നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മൾ ബ്രെയിൻ വാഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമായിട്ടുള്ള ചോയ്സുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് മനസ്സിലാക്കിച്ചു തരാൻ ഞാൻ ഒരു ശ്രമം നടത്തും. നമ്മൾ കുറച്ച് കൂട്ടുകാർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ഗോൾസിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. ഇങ്ങനൊരു ബിസിനസ് ചെയ്താലോ, ഇങ്ങനൊരു കാര്യം ചെയ്താലോ, ഇങ്ങനൊരു സംഭവമുണ്ട്. അതായത് ഗോൾസിനെ പറ്റി നമ്മൾ സംസാരിക്കും. പക്ഷെ ഒരിക്കലും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ സെൽഫ് ലവ്, നമ്മൾ നമ്മളെ തന്നെ മാനിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മളെ തീരെ വില വെക്കാത്ത ഒരാൾ, അയാൾ വിളിക്കുമ്പോൾ എന്ത് കാര്യം നമ്മുടെ സെൽഫ് ലവ്, നമ്മുടെ വിലയെല്ലാം മറന്ന് നമ്മൾ അവരെ പോയി സഹായിക്കും. നമ്മൾ വില വെക്കുന്നവരുടെ കാര്യമില്ല കേട്ടോ. നമ്മൾ വില വെക്കാത്ത ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട്. നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്യില്ല. എന്നാൽ ഇതോർത്തോ, നിങ്ങളുടെ പേടി നിങ്ങൾ തോൽക്കും എന്നതിനെക്കുറിച്ച് ഓർത്തല്ല. ആ തോൽവിയുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നത് ഓർത്തിട്ടാണ്. കാരണം ശരിക്കും സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ റിയൽ ഫ്രീഡം ഹാസ് എ പ്രൈസ്. നിങ്ങളുടെ എക്സ്ക്യൂസുകളാണ് അതിന് കൊടുക്കേണ്ടി വരുന്ന പ്രൈസ്. നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഒരു ബിസിനസ്സിന്റെ പേരിൽ നിങ്ങൾ വർക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ നിങ്ങൾ തോൽവികളും പരാജയങ്ങളും എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആ വിജയം വേണമെങ്കിൽ ഈ പരാജയങ്ങളില്ലാതെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് റെയറാണ്, അങ്ങ് സംഭവിക്കില്ല. അപ്പോൾ ഈ പരാജയങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ആ പറയാൻ പറ്റാത്ത ആ ഒരു പ്രശ്നമാണ് നിങ്ങൾ എന്നും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരില്ല. കാരണം ദാറ്റ് റിക്വയർസ് എഫേർട്ട്, ആൻഡ് എഫേർട്ട് റിക്വയർസ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിൾ കൺസിസ്റ്റന്റ് ആക്ഷൻ. അത് ചെയ്യാൻ കഴിയില്ല. ഫ്രീഡം വേണം, സ്വാതന്ത്ര്യം വേണം. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെ എനിക്ക് ജീവിക്കണം. എന്നാൽ ആ ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെങ്കിൽ ആ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറാകും. നിങ്ങളിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഇടയിലാണ്. നിങ്ങളുടെ എക്സ്ക്യൂസുകളും നിങ്ങളുടെ കഴിവും തമ്മിലുള്ള യുദ്ധത്തിൽ പക്ഷേ നിങ്ങളുടെ എക്സ്ക്യൂസുകളാണ് ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകൾക്കും പ്രശ്നങ്ങളുടെ ഉത്തരവല്ല വേണ്ട, അവർക്കൊരു അനസ്തേഷ്യ ഉണ്ട്. അതായത് ഓ അത് ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണ്, അത് ചെയ്യണം, അത് റിസ്ക് ആണ്, അത് വേണ്ട, അത് ശരിയാകത്തില്ല, വേണ്ട. തൽക്കാലം ഒരു ആശ്വാസം, അതാണ് അവർക്ക് വേണ്ടത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഐ എം നോട്ട് ഹിയർ ടു ഗിവ് യു ആൻ അനസ്തേഷ്യ. ഞാൻ ഈ കാര്യങ്ങൾ, ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഒരു പക്ഷേ ഹേർട്ട് ആകുന്നുണ്ടാവും, ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ബട്ട് പ്ലീസ് ലിസൺ, ദിസ് ഇസ് ദ ട്രൂത്ത്. അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരുപാട് സത്യങ്ങൾ അടുക്കി വെച്ച് പോകേണ്ട ഒരു കാര്യത്തിൽ ഒരു സത്യമാണ്, ഒരു ബേസിക് സത്യമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ പ്രശ്നം വരാനുള്ള സാധ്യതയുള്ള ഒരു ചിന്തയാണ് സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. സ്വാതന്ത്ര്യം എന്നത് ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരിക്കരുത്. സ്വാതന്ത്ര്യം എന്നത് ഈ ജീവിതത്തെ ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക്, ആ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പവറായിട്ട് കണക്കാണ്. അപ്പോൾ ആ പോകുന്ന ഡയറക്ഷൻ, ആ ഡയറക്ഷനിലാണ് ഫോക്കസ്ഡ് എങ്കിൽ നമ്മുടെ ആക്ഷൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. പകരം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണെങ്കിൽ നമുക്ക് എസ്കേപ്പിസത്തിലേക്ക് പോകും. അതെങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അങ്ങോട്ട് കാര്യങ്ങൾ റെഡി ആവുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല, നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ഡയറക്ഷൻ വെച്ച് എൻ്റെ ലൈഫ് ഈ ഒരു വശത്തേക്ക് പോകണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന എഫേർട്ടുകളിലാണ് കാര്യം. അങ്ങനെയൊക്കെ തന്നെ എനിക്ക് കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടൊക്കെ ഭയങ്കര ബഹുമാനമുള്ളത്. അതായത് ഡയറക്ഷൻ വെച്ച് എന്തൊരു മീനിങ് ഫുൾ ആയിട്ടൊരു കാര്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഓഫ് കോഴ്സ് അതൊരു നല്ലൊരു കാര്യമല്ലേ. അല്ലാതെ എന്തും ഏതും വലിച്ചു വാരി ഇട്ട് ചെയ്യുന്ന കാര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്സ് ഇല്ലാതെ, അതിർവരമ്പുകൾ ഇല്ലാതെ ഇങ്ങോട്ട് ജീവിക്കുക എന്നതിലല്ല.
നമ്മൾ ചൂസ് ചെയ്ത അതിർവരമ്പുകളിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണ്. കാരണം നമ്മളുടേതാണ്, നമ്മളുടെ മേൽക്ക് നമുക്ക് കൺട്രോളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ, അതാണ് സ്വാതന്ത്ര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീഷെ പറഞ്ഞിട്ടുണ്ട്, സ്വയമേ അനുസരിക്കാൻ കഴിവില്ലാത്തവൻ നയിക്കപ്പെടും. അതെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ തീരുമാനം മറ്റൊരാളുടേതാവും. അയാൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുള്ളൂ. ഓർക്കുക, നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തീരുമാനിക്കുക. നിങ്ങൾക്ക് വാല്യൂസും പ്രിൻസിപ്പിൾസും ഇല്ലാന്നുണ്ടെങ്കിൽ അൽഗോരിതമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കാണുന്ന റീൽസ് ആയിക്കോട്ടെ, നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളായിക്കോട്ടെ, നിങ്ങൾ കാണുന്ന ന്യൂസ് ചാനലായിക്കോട്ടെ, നിങ്ങൾ കാണുന്ന സിനിമകളായിക്കോട്ടെ, അവരാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് എന്ത് ശരി എന്ത് തെറ്റെന്നുള്ളത്. ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനൊരു മീനിങ് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ പ്ലഷർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മൾ ചെയ്യുന്നതിനൊരു അർത്ഥമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോകുന്ന മറ്റൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഉന്മാദത്തിലേക്കായിരിക്കും. കാരണം രണ്ടും നമുക്ക് സന്തോഷം തരും, പക്ഷെ രണ്ടും തരുന്ന സന്തോഷങ്ങളുടെ രീതി വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഉന്മാദം മാത്രം പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ആളുകളെ അവരുടെ ലൈഫ് വളരെ മോശമാകാൻ സാധ്യതയുണ്ട് എന്നതിനെപ്പറ്റി ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു ക്രിട്ടിക് സോനുവായിട്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ കഴിവുകളും തമ്മിലുള്ള ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എത്രത്തോളം കുറയുന്നു, എത്രത്തോളം നിങ്ങളും നിങ്ങളുടെ കഴിവുകളായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക്, അവിടെ നിങ്ങൾ സഫറിങ്സ് വളരെയധികം താഴേക്ക് പോകും. അതേപോലെ തന്നെ ആ ഗ്യാപ്പ് കൂടിക്കൂടി വന്നാൽ നിങ്ങൾ വളരെയധികം സഫറും ചെയ്യും. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഈ സൊസൈറ്റി നിങ്ങളെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ കഴിവിന് പുറകെ പോകുന്ന ആ റിസ്കുകൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് പറയാതെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്നില്ല എല്ലാവരും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്ന 9 to 5 മോശമാണ്, ഒന്നൊന്നുമല്ല. നിങ്ങൾക്ക് മീനിങ് തരുന്ന, നിങ്ങൾക്ക് ആ സെൽഫ് ഇമ്പോസ്ഡ് റൂൾസ് നിങ്ങൾക്ക് വെക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് നിങ്ങൾക്ക് എവിടെയാണ്? അവിടെയാണ് ട്രൂ ഫ്രീഡം. ഞാനീ സംസാരിക്കുന്നതിൻ്റെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി തുടങ്ങും. ഒരു ഭയങ്കര തമാശ തോന്നിപ്പിക്കുന്ന ഒരു പാരഡോക്സാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നിങ്ങൾ അതിനെ നിരാകരിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ ചട്ടക്കൂടി തന്നെ കിടക്കും. പക്ഷേ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നേരം ആ ചട്ടക്കൂട് മാഞ്ഞു തുടങ്ങും. ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ഒരു ടിപ്സ് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ടിപ്സ് എന്ന് പറയുന്നത്, ഈ ടിപ്സ് കേൾക്കുന്ന ഭൂരിഭാഗം പേരും ടിപ്പ് കേട്ടിട്ട് പോകത്തുള്ളൂ, അതിൻ്റെ പേരിൽ വർക്കാനും ചെയ്യത്തില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം ചെയ്യുക, ഡിസ്കംഫർട്ടിനെ ഫേസ് ചെയ്യുക, അതായത് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അടുത്ത 3 മാസത്തേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കൃത്യമായി ചെയ്യാനാണ് ശ്രമം. ഇത് പണ്ട് ജോർഡൻ പീറ്റേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു മൂവ് എ വെയിറ്റ്, ആ വെയിറ്റ് മൂവ് ചെയ്തതിൽ ഇറ്റ് ഷുഡ് ബി ഹെവി ഇനഫ് ദാറ്റ് ഇറ്റ് ഫീൽസ് മീനിങ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ ലെവലിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത്, അതായത് നമുക്കത് ചെയ്തതിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. യെസ്, ഐ ഡിഡ് ഇറ്റ് എന്ന് തോന്നുന്ന റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ശ്രമിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ അതേപോലെ തന്നെ ചില അനാവശ്യ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുത്തിട്ടോ ആ അനാവശ്യ റെസ്പോൺസിബിലിറ്റീസിനെ ഒഴിവാക്കാനും പഠിക്കുക. അതിനെ ഏതിനെയാണെന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ച് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ഭാരം കുറയ്ക്കാൻ ശ്രമിക്കും. ഇതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് ഇമ്പോസ്ഡ് റൂൾസ്, സെൽഫ് റൂൾസ് എന്നൊക്കെ പറയത്തില്ലേ. ആ സെൽഫ് റൂളുകൾ ഭയങ്കര രസമുള്ളൊരു കാര്യം. അതായത് നമ്മൾ മറ്റാരോടും ഒന്നും പറയുന്നില്ല, നമ്മളോട് തന്നെ ഒരു പ്രോമിസ് കിപ്പി, ഞാൻ ഇനി മുതൽ സിഗരറ്റ് വലിക്കില്ല. മറ്റുള്ളവർ നിർബന്ധിച്ചാൽ ഇല്ലടാ അങ്ങനെയൊന്നും ഇല്ല ആ പരിപാടി ചെയ്യുന്നത് എന്നാ പറയത്തില്ല. അതാണ് ആ സെൽഫ് റൂള്. അതങ്ങനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റിയ യു ഹാവ് ദ നമുക്ക് നമ്മളോടുള്ള സെൽഫ് ലവ് കൂടും, സെൽഫ് റെസ്പെക്റ്റ് കൂടും. ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാകും. അങ്ങനെ ആ ഒരു സെൽഫ് റൂൾസ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സെൽഫ് റൂൾസ് സ്വയം ഉണ്ടാക്കാൻ പറയാം. എന്ത് എങ്ങനെയെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല, എവിടേക്കാണ് എത്താൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയില്ല. സോ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ബോധം, ഒരറിവ് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു കാര്യത്തിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നാൽ മാത്രമേ.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഇത് ഷെയർ ചെയ്യേണ്ട, അങ്ങനെ ജീവിച്ചു പോകാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.